ഈ അൻവറിന്റെ രാജിയെ എന്താണ് പ്രതികരിക്കുന്നത്? അൻവറിന്റെ രാജിയെക്കുറിച്ച് ഇപ്പോൾ ഞങ്ങൾ പ്രതികരിക്കേണ്ട കാര്യമില്ല. LDFന്റെ ഒരു സീറ്റാണ് കുറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ബൈ ഇലക്ഷനൊക്കെ വരാം, ചിലപ്പോൾ ബൈ ഇലക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് വേണമെന്നുള്ള കാര്യം പാർട്ടിയും UDFും ആലോചിച്ച് തീരുമാനിക്കും. ഈ ബൈ ഇലക്ഷനിൽ അൻവർ സ്ഥാനാർത്ഥിയല്ല, പകരം കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് വാർത്താ സമ്മേളനത്തിൽ. എന്തു അല്ല, UDFനെ പിന്തുണയ്ക്കുന്ന തീരുമാനത്തിന് സ്വാഗതം ചെയ്യുന്നു. മറ്റു കാര്യങ്ങളിൽ ഇപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥി ആരാവണം എന്നുള്ളതിനെക്കുറിച്ച് ആദ്യം UDF കോൺഗ്രസിന് സീറ്റ് വിട്ടുതരണം. പിന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തീരുമാനിക്കും. ആ ദേശീയ നേതൃത്വം ആരെയാണ് തീരുമാനിക്കുന്നത് അവർ സ്ഥാനാർത്ഥിയാവും. രണ്ടുപേരാണ് ഉയർന്നു കേൾക്കുന്നത്. പരസ്യമായി തന്നെ അൻവർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള DCC പ്രസിഡന്റാണ്, ജോയിക്കാണ്. അല്ല, ജോയി, ആര്യാൻ ഷൗക്കത്തൊക്കെ നിലമ്പൂരിലെ വോട്ടർമാരാണ്. അതിലാരെ വേണമെന്നൊക്കെ പാർട്ടി തീരുമാനിക്കും. പക്ഷേ ഈ നിലമ്പൂർ MLA ആയിരുന്ന സമയത്ത് അൻവറിനെ കോൺഗ്രസിലേക്ക് എടുക്കാൻ ചർച്ചകളൊക്കെ നടന്നിരുന്നല്ലോ. ആ സമയത്ത് ശക്തമായി എതിർത്തുന്നത് ഷൗക്കത്താണ്. അപ്പൊ അദ്ദേഹത്തിനുള്ള ഒരു മറുപടിയും കൂടിയാണ്. ഇപ്പൊ അതിന്റെ ആ കാര്യം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അത് പാർട്ടിയും മുന്നണിയാ തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ ബൈ ഇലക്ഷൻ വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അൻവർ UDFന് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ UDF സ്ഥാനാർത്ഥി ആരാവണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ച ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഉടൻ തന്നെ സ്ഥാനാർത്ഥി വരും. എങ്കിലും ആരായിരിക്കും ഉചിതമായ സ്ഥാനാർത്ഥി? ഇവരെല്ലാവരും ഉചിതമായിട്ടുള്ള സ്ഥാനാർത്ഥി തന്നെയാണ്. ഒരാൾ KPC ജനറൽ സെക്രട്ടറിയാണ്, മറ്റൊരാൾ DCC പ്രസിഡന്റാണ്. രണ്ടുപേരും ഉചിതരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ തന്നെയാണ്. മറ്റൊരു കാര്യം, ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഫൈറ്റ് ചെയ്ത ഒരാളാണ്. അയാൾക്ക് എന്തുകൊണ്ട് കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ UDFിലേക്ക് കയറാൻ കഴിഞ്ഞില്ല? എന്തുകൊണ്ടായിരിക്കും അതൊരു? അല്ല, അതൊക്കെ പിന്നീട് ചർച്ച ചെയ്യണം. പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്യണം. നിലവിലിപ്പോ ഈ കോൺഗ്രസ് ഈ പിന്തുണ സ്വീകരിക്കുകയാണ്. അല്ല, കോൺഗ്രസ് UDFനെ ആര് പിന്തുണച്ചാലും ഞങ്ങൾ സ്വീകരിക്കും.